ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോഷസ് വേൾഡ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ പാർട്ട് 3 ആട്ട വ്ളോഗ്. നമ്മൾ വയനാട് റിസോർട്ടിക്ക് പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ഭാഗത്ത് തേയിലത്തോട്ടായിരുന്നു. നമ്മൾ പച്ചപ്പിൻ്റെ നടുവിലൂടെ അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ റിസോർട്ടിൻ്റെ ഗേറ്റ് ഭാഗത്തെത്തി. അപ്പോൾ റിസോർട്ടിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ എറ്റേണൽ ബ്ലിസ് വൈത്തിരി റിസോർട്ട് എന്നാണ്. നല്ല വൈബാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അടിപൊളിയായിരുന്നു. ഇതാണ് റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കുണ്ട് കേട്ടോ. ഇതാണ് ഈ പാർക്ക്. ഇതാണ് പാർക്കിൻ്റെ ഏരിയ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ടാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. പിന്നെ നമ്മളെ ലഗേജൊക്കെ നമ്മൾ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കട്ടെ എല്ലാവരും. അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 2 വില്ലേജ് എടുത്തിരുന്നത്. അപ്പം ഞങ്ങളായിരുന്നു റിസോർട്ടിൽ ഇപ്പോൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റത്തെ 2 റൂമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമും എല്ലാം നോക്കട്ടെ, എങ്ങനെയുണ്ട് സെറ്റപ്പൊക്കെ നോക്കുകയാണ്. പിന്നെ ലഗേജൊക്കെ ഞങ്ങളിതിനുള്ളിൽ കയറ്റി വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള പണിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇതാ മിന്നു അവിടെ എത്തിയപ്പോൾ തന്നെ മിന്നും അച്ചുട്ടിയും ബെഡുമ്പൊക്കെ ചാടി കഴിഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ശേഷം പൂളിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് പൂളിക്ക് ഇറങ്ങാനുള്ള പണിയിൽ നോക്കി. ഞങ്ങൾ 1:30-ക്കായിരുന്നു റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പൂളിക്ക് ഇറങ്ങാനുള്ള ഒരു ത്രില്ലിലായിരുന്നു എല്ലാവരും ഉള്ളത് കേട്ടോ. വില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വില്ലായിരുന്നു. കാരണം ഡൈനിങ് ഹാളുണ്ട്, അതുപോലെ 2 റൂം, കിച്ചണ്, TV, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതിനോട് ഒരു ഫുൾ സെറ്റപ്പായിരുന്നു കേട്ടോ. 2 വില്ല അതേമാതിരി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അന്ന്. ഇപ്പം ഞങ്ങൾ പാർട്ട് 2 ഇട്ടപ്പം ഞങ്ങളോട് ചോദിച്ചിരുന്നു, അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ആരൊക്കെ വന്നിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്നതായിട്ട് എൻ്റെ അമ്മേൻ്റെ അമ്മോന്. ഇത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ മതി, ഇത് ജിത്തു ആണ്. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. സ്വിമ്മിംഗ് പൂൾ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു നിപ്പ് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ജിത്തുവിന്റെ ഷട്ടിൽ ബാറ്റ് സ്ഥലമുണ്ട്, ഷട്ടിൽ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒന്നോ മമ്മ കോറുണ്ട് ഇപ്പൊ തന്നെ. എടി എനിക്ക് ആ തൊപ്പി തരുമോ? അന്റെ തൊപ്പി തരുമോ? ഇത് തരോ ക്യാപ്പ്? അതുണ്ടടി, തരൂല. ഇതെന്തിനാ പാട്ടിട്ട് ചെറിയോ? പാട്ടുതാ. അവനെ വെക്കിട്ടോ, ഓളെ വെക്ക്. പോട്ടെ.
അപ്പൊ അതാ ബാക്കിൽ നിന്നൊക്കെ തള്ളലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ അമ്മച്ചിയുടെ അങ്ങ് ചാടാൻ വേണ്ടിയൊക്കെ നിൽക്കഴിഞ്ഞ് അതിലുണ്ട് എന്റെ അനക്കാക്ക പോലെ ബാക്കിൽ നിന്നോട് ഉന്തി വെച്ച് നല്ല അടിപൊളിയായിരുന്നു. കൂടുതലാണ് നല്ല തണുപ്പുണ്ട്. ഇത് കേറി നിൽക്കാണ് ഇവിടെ തണുത്തിട്ട്. ഓ കയറിക്കുന്നവരൊക്കെ നമ്മള് ഉള്ളിലേക്ക് ഇന്നാരെ കേറിക്കണാരോ അത് മാറ്റില്ലടി, ഇച്ചിരി മാറ്റിടി. വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. റോഷൻ റിയാണ് കൂടെ, നമ്മളിവിടെ റിയാണ്. പിന്നെ റോഷൻ ദിയ കൂടെ ഭയങ്കര പൂളിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിനി രാത്രി ക്യാമ്പ് ഫയർ, പിന്നെ ഇവിടെ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടെന്നീസ് കോർട്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ഗായ്സ്. ഇവിടെ മുമ്പ് ഊര മുറിയിട്ടോ ഒറ്റ പേടിക്കുന്നതാണ്. ജിത്ത് മാറാ അങ്ങനെ ഗൈസ് ഞങ്ങൾ പൂളിന്ന് കുറേ നേരം കളിച്ചിട്ടോ. ഞങ്ങൾ തണുത്ത് വെറുക്കണവരെ കളിച്ച്. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ ഗെയിം കളിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് നല്ല വൈബായിട്ട് ഗെയിം കളിക്കായിരുന്നു. അനു ഹായ്. അപ്പൊ ഞങ്ങളൊക്കെ എന്താ പോകെ ചുരുന്നോർക്കൊന്ന് പോയോക്കല്ലേ ഇനിയിപ്പ പോയോക്ക. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുറേ ഗെയിം കളിച്ചിട്ടോ. അവിടെ ചെസ് ഉണ്ടായിരുന്നു, ക്യാരം ബോർഡ് ഉണ്ടായിരുന്നു, ലൂഡോ, പിന്നെ ഈ ഗെയിം, അങ്ങനെ കുറേ ഗെയിംസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് ഞങ്ങൾ ഫുള്ള് നല്ല സെറ്റാക്കി കഴിഞ്ഞിട്ടോ. നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും പാഞ്ഞ് നടക്കുകയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ റിസോർട്ട് മൊത്തം കാണാനും അങ്ങനെയൊക്കെ എല്ലാവരും ഫുള്ള് വൈബിൽ നിൽക്കായിരുന്നു. ഈ ഒരു ചെടി പറയുന്നത് ചെറിയ ചെടിയാട്ടോ, പക്ഷെ ഇത് ഞാവൽപ്പഴൻ്റെ ചെടിയാണ്. ഇതിന്മേൽ നിറയെ ഞാവൽപ്പഴം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തിന്നപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ പോണ സ്ഥലം. ട്രീ ഹൗസാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മേലെ നിന്ന് അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറാൻ നോക്കുകയാണ്. നല്ല വലിയ ഉയരമുള്ള സ്റ്റെപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ കഴിയണമെന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ കയറി മുകളിലെത്തി കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു.
നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റിസോർട്ട് മൊത്തം കാണാൻ പറ്റിയൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ഷോക്ക് കാണിക്കുകയായിരുന്നു. നല്ല വ്യൂ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. പിന്നെ കുറേ ചക്കപ്പഴം അങ്ങനത്തെ പഴം കിട്ടും. പിന്നെ ഞങ്ങളുടെ അടിയിലേക്ക് പോവാണ്. പിന്നെ ഗായ്സ് ഉമ്മച്ചിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വില്ല അപ്പുറത്തും ഇപ്പുറത്ത് വില്ല ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു വരുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. സെറ്റ് അല്ലേ അമ്മ റിസോർട്ട്? ഇത് വേറെ, ഞങ്ങൾ 2 വില്ല എടുത്തേ. ഇത് വേറെ ഒന്നാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ റൂമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂള് കണ്ടതിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ വേഗം മാറ്റി കഴിഞ്ഞ് പൂൾക്ക് ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പൂളിൽ നിന്ന് ഇറങ്ങിയാൽ ഫ്രഷ് ആയാലാണ് ഞങ്ങൾക്ക് ഈ വില്ലകളൊക്കെ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർമ്മ തന്നെ ആയത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ എടുക്കാത്തതൊക്കെ. പിന്നെ ഇവിടെ പാത്രം വെക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതും തുറന്നു നോക്കട്ടെ. ഞാൻ നല്ല സൗകര്യമുള്ളൊരു വില്ലായിരുന്നു കേട്ടത്. നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു അടിപൊളി വില്ലായിരുന്നു കേട്ടത്. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുന്നത് വയനാട് വൈത്തിരി എറ്റേണൽ ബ്ലിസ് റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വെച്ചിട്ട് ഒരു സൗകര്യക്കുറവുമില്ല. എല്ലായിടത്തും നല്ല അടിപൊളിയാണ്. We are going to buy evening snacks, and if you are getting any what is it? അപ്പോൾ ഞങ്ങൾക്കൊരു വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് ഉപ്പിലിട്ട് കഴിക്കാനൊരു പൂതി. അങ്ങനെ ഞങ്ങൾ എൻ്റെ അമ്മയും അനിക്കാക്കിയും അവിടുത്തെ ടൗണിക്ക് പോവാണ്. അപ്പം നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ ബൈക്ക് കിട്ടിട്ടോ പോവാൻ. അങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇട്ടാ പോകണേ. കടമട്ടെ തിന്നാൻ നമുക്ക് 11ാമത്തെ വില്ലേജ് ആരും കണ്ടിട്ടില്ല. ഇപ്പൊ കാണിച്ചെങ്കിൽ ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് വാ. യെസ്, ഫുഡ് പോയി വാങ്ങലെത്തി ഗൈസ്. നമുക്കെന്താ എന്ത് ഇമ്മച്ചി കാട്ടലിമ്മ നോക്കട്ടെ, കാണിച്ചെടുക്കട്ടെ. പൊയിഞ്ഞിട്ടൊന്നുമില്ല. പൊയിഞ്ഞില്ലേ ഗൈസ്? ഒന്നും ഇല്ലാത്ത കേക്ക്. നമ്മളെപ്പോഴാ ഇനി പുള്ളി ചാടണേ? അടുക്കെടുക്ക്. നമ്മൾ മാത്രമേ പാട്ടിട്ടുള്ളൂ, ആരും പാട്ടില്ല. ഞങ്ങൾ മയക്കും കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ പാട്ടിട്ട് അതിനോട് എല്ലാവരും ചില്ല. അപ്പോൾ ഞങ്ങൾ ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 12 o'clock ആയിട്ടുണ്ട് ടൈം. ഇപ്പോൾ ഞങ്ങൾ അവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഉറങ്ങിയേന് കേട്ടോ. ഞങ്ങൾ മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഞങ്ങൾ സ്പീക്കറൊക്കെ ഇട്ട് അവിടെ ഫുള്ള് പാട്ട് നല്ല സൗണ്ടിലിട്ടിട്ട് ഞങ്ങൾ കളിക്കായിരുന്നു.
ഇങ്ങനെ വന്നാൽ കണവൈത്തിരി എറ്റേണൽ പ്ലേസ് വില്ലേജ് കാണിച്ചിരിക്കുക. ഇതാണ് കേട്ടോ റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാ ഞങ്ങള് രാത്രി കുളിക്കാൻ വരുമ്പോ ഞങ്ങള് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ അയച്ചു മാത്രം. ഇത് വയനാട് ആയതുകൊണ്ട് നല്ല തണുപ്പ്. ഇതാണ് കേട്ടോ രാത്രിത്തെ വൈബ്. കണ്ട് നല്ല രസം കേട്ടോ കാണാന്. ഓക്കെ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം വലിയതൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടിപ്പോൾ വീഡിയോ എടുക്കാം. നല്ല ക്ഷീണം. അപ്പോൾ ഡിസംബർ 25 ആയതുകൊണ്ട് അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളിവിടെ കുറേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈബിങ് ആയിരുന്നു. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ചുറ്റോട് ഇരുന്നിട്ട് ഞങ്ങൾ കുറേ പാട്ട് പാടി കുറേ കഥകൾ പറഞ്ഞ് എല്ലാവരും ഡാൻസ് കളിച്ചു. നല്ല വൈബായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഗ്രില്ലിംഗ് ഏരിയ. അപ്പോൾ ഞങ്ങളിതാ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഞങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല കാറ്റും ചൂടുള്ള ചിക്കന് കൂടി അടിച്ചാലിൻ്റെമോ. ഇതിനിടയ്ക്ക് നമ്മളൊരു കസേരക്കാലും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ചെറിയൊക്കെ കൂടിയായിട്ട് നല്ലൊരു വൈബായിട്ടുള്ള കസേരകളി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ജയിക്കും, അവർക്ക് സമ്മാനം അങ്ങനെ ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്ക് മുറിക്കൽ ചടങ്ങായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കേക്കായിരുന്നു. നമ്മൾ വയനാട് തന്നെ വാങ്ങിയത് കേട്ടോ. കേക്ക് വാങ്ങിയത് അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു. നമ്മൾ എല്ലാം കഴിഞ്ഞ ഒരു രാത്രി ആയപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു നമ്മളത് കൊണ്ടുവന്ന് വെച്ചതും ഒക്കെ. അങ്ങനെ ഒരു ഫുള്ളൊരു സെറ്റായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങളവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരോടും കൂടിയായിട്ട് ഞങ്ങൾ പാർക്കത്തെ ഊഞ്ഞാലിൽ കളിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇവർ വന്ന് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ബാക്കി വെച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് കഴിച്ച്. അടിപൊളി കേക്കായിരുന്നു സത്യം പറയണിൽ.
അങ്ങനെ ഗൈസ് നമ്മൾ രാവിലെ ആയി, നൈറ്റൊക്കെ ഞങ്ങൾ എല്ലാവരും TV കണ്ട് സെറ്റായി, എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ രാവിലെ ആയി, നമ്മളെല്ലാവരും രാവിലെ. അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടോ, ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഫുൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം അടിക്ക് വഴക്കവല്ലേ, ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. തണുത്ത് കൈയൊക്കെ ഇങ്ങോട്ട് തണുത്തിട്ട് മുഖമൊക്കെ ചൂന്ന് കേട്ടോ. ചെരുപ്പാണ് കാണാനല്ലോ എൻ്റെ. ഇവാനാണ് അതും. പിന്നെ അതിനിടയ്ക്ക് ഇവാൻ വന്നിട്ട് അതിൻ്റെ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാട്ടോ ഇവാന്. ഓനൊരു അടിപൊളി കുട്ടിയാണ്, നല്ല സെറ്റാണ്. ഓന് നമ്മളെ വൈബിൽ പെട്ട ഒരാളാണ്. ഓൻ ആ കോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ പൊന്തിച്ച് കളിച്ചതിനനുസരിച്ച് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേട്ടോ. അപ്പോൾ ഗൈസ് മോർണിംഗ് ആയി. ഇനി നമ്മൾ അങ്ങനെ ഞങ്ങൾ ഷട്ടിൽ ബാറ്റിൽ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പിന്നെയും ഒരു പൂതി വന്നു. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ അമ്മേൻ്റെ വേറെ അനിയത്തിൻ്റെ കുട്ടിയാണ്, നെയ്റാമറി എന്ന പേര്. ഓള് അടിപൊളി നമ്മളെ വൈബിൽ വെട്ടുന്ന കുട്ടിയാണ്. അങ്ങനെ ഞങ്ങളിതാ പൂൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പൂളിൽ ഇറങ്ങാൻ. ബട്ട് നമുക്ക് ഇറങ്ങണ്ടേന്നൊരവസ്ഥ ആയിരുന്നു. കാരണം അത്രയ്ക്ക് തണുപ്പായത് കൊണ്ട് നമുക്ക് ഇറങ്ങാനും മടിയുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങാൻ നിൽക്കാനും നമുക്ക് കഴിയൂല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ തന്നെ വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ പൂൾക്ക് ഇങ്ങനെ പോയിക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ടാവുമല്ലോ, മഞ്ഞിങ്ങനെ മൂടിക്കോല്ലോ, അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു. ഞങ്ങൾ കാലിങ്ങനെ ഇട്ടൊക്കെ തണുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഓല ഇറങ്ങണ കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ഷട്ടിൽ ബാറ്റ് കളിക്കുകയായിരുന്നു. അപ്പോൾ മിന്നും അയച്ചുട്ടി വന്നിട്ട് ഓല രണ്ടാളും അതിൽ ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഓല രണ്ടാളും ഇറങ്ങിക്കണേ. അപ്പോൾ എനിക്കും പൂതിയായപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പൂൾക്ക് ഇറങ്ങി. അങ്ങനെ എൻ്റെ മമ്മി ആൻറ്റിൻ്റെ അമ്മി അനക്കാക്കി എല്ലാവരും ഷട്ടിൽ ബാറ്റ് കളിച്ച് കൊഴിഞ്ഞ് കയറി വന്ന്. പിന്നെ വേറെ ഫാമിലിക്ക് അവിടെ കളിക്കണമല്ലോ, അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയാണ്. ഞങ്ങൾ കുറേ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഓല് കൊഴിഞ്ഞ് വന്ന് അങ്ങനെ ഞങ്ങളുടെ പൂളിൻ്റെ അടുത്തേക്കായിരുന്നു വന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഓല് പൂളിലിറങ്ങിയ കാര്യം തന്നെ. കളി കഴിഞ്ഞോ പൂവി? നല്ല ആവേശല്ലോ. ഇപ്പൊ കിട്ടണോ? അടക്ക പോയെന്ന് ജസ്റ്റ് ഒന്ന് പോയോ? വാ പൂവി, അമ്മ പോയി നോക്കിയില്ല. വാ പൂവി. കഴിഞ്ഞ അടുത്ത ആൾക്കാരുള്ള ഹായ്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ കുത്തിരുന്ന് ഇവലെങ്ങനെ ഇറങ്ങിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആരും അറിഞ്ഞില്ലായിരുന്നു ഇവലെ ഇറങ്ങിയ കാര്യം കേട്ടോ. ഞങ്ങളിപ്പോൾ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു രണ്ടാളും ഇറങ്ങിയ കാര്യം അറിയണത്. അങ്ങനെ എനിക്ക് പുതിയപ്പോൾ ഞാനും പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. എന്നിട്ട് പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഡിസ്കഷനിലാണ് കേട്ടോ. ഡിസ്കഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരു 11 o'clock ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകണം എന്നുള്ളൊരു ഡിസ്കഷനിലാണ് കേട്ടോ ഇവിടെ.
അതിനുശേഷം എല്ലാവരും ഒരു പാർക്ക് വന്നിട്ടോ. ഇതിൻ്റെ അമ്മയും എൻ്റെ മനക്കാക്കയാണ്. ഒരാൾ സീസോ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കി എല്ലാവരും മനുവിടെ ഇവാനെ പിടിച്ചിരിക്കുകയാണ്. റിജു അവിടെ ഊഞ്ഞാലാടുകയാണ്. അങ്ങനെ ഓരോരോ പണിയിലാട്ടോ എല്ലാവരും. അടി 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 മറ്റു സാധനം കൂടി വേണ്ടി ഇങ്ങനല്ലേ ഇവരിതാണ്. ഞാൻ ഇരിക്കായില്ല. രണ്ട് ചെറിയ മക്കളെ കുഞ്ഞു മോന് ഇതെടുത്തിട്ടോ സ്റ്റാൻഡേർഡ് കേസാ മെയിനായിട്ട് കാണുന്നതാ. ഇതന്നെ ഇട്ടുള്ളൂ കാര്യമായിട്ട് ഇതട്ടുള്ളൂ. ഇവിടെ എനിക്ക് അറക്കടി ചില്ല് വൈബ് വേണ്ടോ അവിടെ പൊങ്ങോ യോയോ അമ്മോനിതാ കിടങ്ങനെ എത്തോ സിനു ഇവിടെ പ്രത്യേക ഇതിന് ചിൽഡ്രൻസ് പാർക്കിൽ 12 വയസ്സ് മുകളിൽ താഴെയുള്ളവരിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളത്. അങ്ങനെ എൻ്റെ ഉമ്മ വന്ന് കീയാട്ടോ. നല്ല രസമായിരുന്നു. എൻ്റെ മേമ അവിടുന്ന് ആടുന്നുണ്ട്. മേമ എൻ്റെ അവിടെ ആടുന്നുണ്ട്. എൻ്റെ അമ്മമ്മ മറ്റു ഊഞ്ഞാലിൽ പോയി ആടുന്നുണ്ട്. എൻ്റെ അമ്മ അവിടെ കീയുണ്ട്. എൻ്റെ മക്കാക്ക അവിടെ സീസണിലാണ്. ഓരോരുത്തരും ഓരോ പണികളായിരുന്നു. അപ്പൊ ഒരു പറ്റേ അങ്ങനെ ഗൈസ് ഞാനും പൂളിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞ സോങ്ങുമാണ് ഇറങ്ങണമെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങൾ ഗൈസ് നമ്മളിങ്ങനെ പോവാണ്. അപ്പം ഇവനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ റിസോർട്ട് വിട്ട് പോവാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറ്റി അങ്ങനെ റിസോർട്ട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ ഉച്ചക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണ് ഫസ്റ്റ് റിസോർട്ടിലേക്ക് വന്നതും ലാസ്റ്റ് റിസോർട്ടിൽ പോകുന്നതും ഞങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.